ഹായ്, ഞാൻ സുജാത വിനോദ് ശങ്കർ, ആർട്ടിസ്റ്റാണ്, ഡിസൈനറാണ്. നമുക്കിന്നൊരു സാരിയിൽ എങ്ങനെയാണ് ഒരു മ്യൂറൽ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഈ മ്യൂറൽ എങ്ങനെയാണ് വരച്ചത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വരച്ചു തുടങ്ങാം. ഇന്ന് നമുക്ക് സാരിയിൽ ഒരു മുഖം വരയ്ക്കാൻ നോക്കാം. കോട്ടൺ സിൽക്ക്, കോട്ടൺ സാരി, നമ്മുടെ കൈത്തറി സാരികൾ, ഖാദി സിൽക്ക്, ലിനൻ, ഓർഗൻഡി, ഇതിലൊക്കെ നമുക്ക് വരയ്ക്കാം. എപ്പോഴും നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം. കാരണം ട്രേസ് ചെയ്യുന്നതാവും ഏറ്റവും എളുപ്പം. പ്രത്യേകിച്ച് സാരികളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ, സാരി, ഷർട്ട് ഇവയൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത് ട്രേസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും സമയം ലാഭിക്കാം നമുക്ക്. കാരണം ഇത് നമ്മൾ അളവെടുത്തൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ട്രേസ് ചെയ്യുക തന്നെയാണ്. തുണി വരയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ വിൽപ്പനയ്ക്കാവുമല്ലോ അത് ഉപയോഗിക്കുക. അപ്പോൾ അത് ക്യാൻവാസ് പോലെ അല്ല വരയ്ക്കേണ്ടത്. അത്രയും അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ല. കാരണം പിന്നെ നമുക്ക് ചിലവർ പേഴ്സണലായിട്ട് പറയും ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റാണ്, ഇങ്ങനെ നമുക്ക് പ്രത്യേകമായിട്ട് ചിലവർ നമുക്ക് ഓർഡർ തരുമ്പോൾ അത് ഉയർന്ന ഒരു റേറ്റ് ആണെന്നാൽ നിങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ അതിന് കൊടുക്കാം. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങൾ പവർലൂം പോലെയുള്ളതിലാണ് ഇത്തരം സാരികൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പവർലൂം പോലുള്ള സാരികൾ വളരെ കുറഞ്ഞ റേറ്റിൻ്റെ ഉണ്ടല്ലോ, 300 രൂപയുടെയൊക്കെ. അതൊന്നും അത്ര ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും. അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനതിനിടയ്ക്ക് വരയ്ക്കുന്ന കാര്യം കൂടെ പറയാം. ചിരിക്കുന്ന പോലെ ഇരിക്കണം മുഖങ്ങളെല്ലാം. ചിലർ നല്ല പെർഫെക്ഷനോടൊക്കെ വരയ്ക്കും, പക്ഷെ മുഖത്തിനൊരു ചിരിയും ഒന്നുമില്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചിലവർ നമ്മുടെ സാരിയുടെ താടിയുടെ തൊട്ട് താഴെ വലിയ ഫേസ് വരയ്ക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ആ ഫേസിനല്ല ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ഫേസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. എപ്പോഴും ഡിസൈൻ ചെയ്യുന്നതും ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോഴുള്ള അതിനകത്തുള്ള പൂക്കളോ എന്താണെങ്കിലും അത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫേസിന് തന്നെയായിരിക്കണം മുൻതൂക്കം. അതുകൊണ്ട് അത് തന്നെയായിരിക്കണം വലിപ്പം കൂടുതൽ വരേണ്ടത്, നമ്മുടെ ഫേസ് ആയിരിക്കണം. അല്ലാതെ വരയ്ക്കുന്ന ഡിസൈനായിരിക്കരുത് വലിപ്പം. അത് മുന്താണിയിലൊക്കെ എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ആ ഫേസിന് താഴെ വരുമ്പം നമ്മുടെ ഫേസ് ആണ് ഇമ്പോർട്ടൻ്റ്. അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്രെയിമൊന്നും ഇടണ്ട. ഫ്രെയിം ഇടാതെ ഷീറ്റിൻ്റെ പുറത്താണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. അടിയിൽ നിറയെ പെയിൻ്റൊക്കെ ഉള്ളൊരു ഷീറ്റാണത്. അത് വർഷങ്ങളോളം പെയിൻറ്റ് ചെയ്താണ്. ഷീറ്റിന് പല കളറൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്തിട്ട് വെറുതെ കോട്ടൺ തുണിയാണ് അതിൻ്റെ പുറത്തിട്ടങ്ങ് വരയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൽ പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങാനുള്ള ഏകദേശം ഇനി ചെവിപ്പൂവാണ് ഈ വരയ്ക്കുന്നതൊക്കെ. ചെവിപ്പൂ മ്യൂറലിൽ പ്രധാനമാണ് ചെവിപ്പൂവൊക്കെ. അലങ്കാരമാണല്ലോ, ഏറ്റവും കൂടുതൽ അലങ്കാരമുള്ള ചിത്രങ്ങളാണ് മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറയുമ്പം. ഇത് സാരിയിൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ട്രഡീഷണൽ മ്യൂറൽ ആർട്ടിസ്റ്റുകൾക്ക് വളരെ ദേഷ്യമുള്ളൊരു സംഗതിയാണ് ഈ മ്യൂറൽ എടുത്ത സാരില്ല. പക്ഷേ എല്ലാ ട്രഡീഷണൽ ആർട്ടുകളും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ ട്രഡീഷണൽ ആർട്ടുകളും മിക്കതും ഡിസൈൻ മേഖലയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മ്യൂറലും ഈ ഡിസൈനിങ് മേഖലയിലേക്ക് വന്നത്. ഞാനൊന്നും ആദ്യം തുടങ്ങുമ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, മ്യൂറലൊന്നും ഇല്ലായിരുന്നു. മ്യൂറലുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ആരും സാരിയിലൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അത് ഇനി നമുക്കിതെല്ലാം ഔട്ട്ലൈൻ സിന്നea എന്നൊരു പെയിൻറ് കൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. സിന്നea ഫെവിക്രിൽ പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്യാമൽ ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ സിന്നea എന്ന കളറ് അല്ലെങ്കിൽ ഇന്ത്യൻ റെഡ് ഉപയോഗിക്കാം. ഇന്ത്യൻ റെഡ് കൊണ്ട് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നു. പക്ഷേ ഇത് നമ്മൾ ക്യാൻവാസ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ നേരെ ഇങ്ങനൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാലോ, അല്ലാതെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അത് ക്യാൻവാസിലാണെങ്കിലാണ് അങ്ങനെ. ഇതിൽ വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നല്ല മാറ്റമുണ്ട്. കാരണം ക്യാൻവാസിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്ത് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ചിലർ പറയാറുണ്ട് ഒരു ഫേസ് ഞാൻ വരച്ചത് 5 ദിവസം എടുത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 5 ദിവസം നിങ്ങളുടെ ആ ഒരു സാരിക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ
അത് നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുത്താലും അത് നഷ്ടമാവുകയുള്ളൂ. കാരണം നമ്മുടെ വര ഇത്തിരി ഒന്ന് സ്പീഡാവണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി. സ്ഥിരമായ പ്രാക്ടീസ് നമ്മൾ സാരി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി സ്പീഡിന് വരയ്ക്കാൻ പറ്റും. ഈ ലൈൻ ഇടുന്നതൊക്കെ നമുക്ക് വളരെ സ്പീഡിന്, ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഇങ്ങനെ പതുക്കെ കാണിക്കുന്നതേ ഉള്ളൂ. ഒന്ന് സ്പീഡ് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സാരിയൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീർക്കാം. അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ചെയ്ത് നമുക്ക് നമ്മുടെ സമയമൊക്കെ അനുസരിച്ച് ചെയ്ത് അടുത്ത ദിവസം രാവിലെ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷെ ഇതൊക്കെ സ്പീഡ് അനുസരിച്ചാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. സ്ത്രീകൾക്കൊന്നും അത്രയും സമയം കിട്ടത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു ടേബിള് അതിനുവേണ്ടി മാറ്റി വെക്കണം. ആ ടേബിളിൽ സ്ഥിരമായി സാരി ഇട്ട് പെയിൻറ്റും ബ്രഷും എല്ലാം എടുത്തു വെച്ചിരുന്നാൽ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് മൂഡ് തോന്നുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തിരക്കില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഓടിപ്പോയി വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിതെല്ലാം എടുത്തു വെച്ച് ഒന്ന് മുതലാകുമ്പോൾ നിങ്ങൾ ബോറടിക്കും. അതുകൊണ്ട് എപ്പോഴും ഇത് റെഡിയാക്കി വെച്ചേക്കുക. ഏത് സമയം കിട്ടുന്ന എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ, ആ സമയം ഇരുന്ന് വരയ്ക്കുക. ഇത് കമ്മലിൻ്റെ ഓരോ ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് കണ്ടു വരയ്ക്കുന്ന ഏതെങ്കിലുമൊക്കെ ചിത്രം നോക്കി വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. സോറി. ഇനി നമുക്ക് ഇങ്ങനെ ഇതാണ് കുറച്ച് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒരുമിച്ചങ്ങ് വരയ്ക്കാം. ഇതേപോലെ ഈ വരച്ചെടുത്തൂടൊക്കെ തന്നെ സ്പീഡിനങ്ങ് വരച്ചാൽ മതി. അടുത്ത ഇനിയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ സാരി വരച്ചാൽ അതിന് വില ഇടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമുക്ക് എത്ര വില ഇടാമെന്നും ഓരോരുത്തരിടുന്ന വിലയുടെ രീതിയും ഇപ്പം ഞാൻ എന്ത് റേറ്റാണ് ഇടുന്നതെന്നും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അധികം ആരും പറഞ്ഞു തരില്ല ഇതൊന്നും. എന്നാലും ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞു തരാം. ഏകദേശമാണ്, അങ്ങനെ ഒന്ന് പറഞ്ഞു തരാം പിന്നീട്. ഇപ്പം നമുക്ക് ഈ വരയ്ക്കുന്നൊന്ന് ശ്രദ്ധിക്കാം. ഇനി വേണ്ടുന്നത് നമുക്ക് ഈ കളറ് ഒന്നുകിൽ ഇന്ത്യൻ റെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബേൺസിനെ ഉപയോഗിക്കാം. ഈ രണ്ട് കളർ ഉപയോഗിച്ചാൽ മതി. ഇനിയുള്ളത് മഞ്ഞ ഇടുകയാണ്. മഞ്ഞ ഇടുന്നതിന് നമ്മൾ പെർമനൻ്റ് യെല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോൾഡൻ യെല്ലോ മതി. ഗോൾഡൻ യെല്ലോ എന്നും പറഞ്ഞൊരു യെല്ലോ വാങ്ങാൻ കിട്ടും. ഈ ഫെവിക്രിൽ പെയിൻറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് വെച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തപ്പോൾ അതങ്ങ് പോയി. എന്നിട്ട് ഓറഞ്ചും ബേൺസിൻ്റെയും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ മെർജ് ചെയ്തു ഒരു ഡിസൈൻ. ഒന്ന് മെർജ് ചെയ്യുന്നുണ്ട്. മെർജിങ് രീതിയൊക്കെ ഇത്തിരി അങ്ങോട്ട് പോകുമ്പോൾ കാണാം നമുക്ക് എങ്ങനെയാണെന്ന്. ആദ്യം നമ്മൾ യെല്ലോ അടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഇപ്പോൾ ചിലവരാണെങ്കിൽ കംപ്ലീറ്റ് യെല്ലോ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ മ്യൂറലിലാണ്. മ്യൂറൽ നമ്മൾ ക്യാൻവാസ് ചെയ്യുമ്പോഴാണ്. ഇവിടെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മഞ്ഞ അടിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ഉണങ്ങും. പിന്നെ നമുക്ക് രണ്ടാമത് ഓറഞ്ച് അടിച്ച് വീണ്ടും യെല്ലോ ഇട്ട് മെർജ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഓറഞ്ച് ചെയ്ത് യെല്ലോ ഇട്ട് അത് ഇങ്ങനെ മുകളിലൊന്ന് കൊടുത്തൊന്ന് മെർജ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാലേ ഇത് മനസ്സിലാവും. ലൈറ്റ് ഇപ്പുറം സൈഡിൽ വന്നുകൊണ്ട് ഇത്തിരി കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഓറഞ്ച് ഇട്ട് കഴിഞ്ഞ് നടുക്കൊന്ന് ബ്രഷ് ഇട്ട് എന്നാൽ അധികം ഉണങ്ങരുത്, എന്നാൽ ചെറുതായിട്ടൊന്ന് ഉണങ്ങുന്നത് നല്ലതാണ്. നമ്മൾ ആദ്യം ഓറഞ്ച് ഇട്ട് കഴിഞ്ഞ് ഇത്തിരി ഒന്ന് ഉണങ്ങിയിട്ട് യെല്ലോ ഇട്ട് മെർജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെ ആകുമ്പോഴായിട്ടുള്ള നല്ലത്. അതുപോലെ ഈ വര പോലുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഈ ഇത്തിരി യെല്ലോ കാണണം നടുക്ക്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒറ്റ ഒരു കാര്യതേ ഉള്ളൂ. പിന്നെ നടുക്ക് എവിടെയെങ്കിലും ഒരു വൈറ്റ് ഇങ്ങനെ ഒരു സ്ഥലം വിട്ടേക്കണം. കാരണം ബ്ലാക്ക് വെച്ച് നമുക്കൊരു ഡിസൈൻ ചെയ്യാനാണ്. മാലയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും അത് വിട്ടേക്കണം. അത് വിട്ടില്ലെങ്കിലും നിങ്ങളങ്ങ് വരച്ചു പോയാലും ചിലപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അറിയില്ല, ഓർക്കില്ല, നമ്മളങ്ങ് വരച്ചു പോകും. അപ്പോൾ വൈറ്റ് വിടാത്ത ഭാഗങ്ങൾ തുണി ആയതുകൊണ്ട് അതിനകത്ത് നമുക്ക് വൈറ്റ് ആഡ് ചെയ്യാം, വീണ്ടും വരയ്ക്കാം. പക്ഷേ ഇത് മ്യൂറലാവുമ്പം വൈറ്റ് തൊടാൻ പാടില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഈ വരയ്ക്കുന്നത് എപ്പോഴും നിങ്ങളൊന്ന് വരച്ച് നോക്കണം. പ്രാക്ടീസ് ചെയ്താലേ, ഒത്തിരി പ്രാക്ടീസ് ചെയ്താലേ സിൽക്ക് തുണിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് നന്നായി വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണത്. ഇനി അടുത്ത് നമുക്ക് ചെവിപ്പൂവ് പച്ച കൊടുത്തിട്ട്, പച്ച ഒലിവ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളർ വാങ്ങാൻ കിട്ടും നമുക്ക്. ഫാബ്രിക് പെയിൻറ്റിൽ സാബ് ഗ്രീനും കിട്ടും, ഒലിവ് ഗ്രീനും കിട്ടും. ഏറ്റവും നല്ലത് ഒലിവ് ഗ്രീനാണ്. അതേസമയം മ്യൂറലിൻ്റെ ക്യാൻവാസിൽ വരുമ്പോൾ അത് സാബ് ഗ്രീൻ ആയിരിക്കും നല്ലത്. അപ്പം ഇവിടെ ഒലിവ് ഗ്രീനുമാണ് നല്ലത്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വരച്ചതിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ കൊടുത്തിട്ട് ഞാൻ യെല്ലോ ഇട്ട് നടുക്കിട്ടിട്ട് ഒന്ന് മറിച്ച് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓറഞ്ച് ആദ്യം ഇടും, പിന്നെ യെല്ലോ ഇട്ടിട്ട് ഒന്ന് മറിച്ച് ചെയ്യും. അത് ഉണങ്ങുന്നതിന് മുന്നേ ഒന്ന് ചെയ്യണം. ബ്രഷ് ഇട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആ ഓറഞ്ച് കളർ അധികം നടുക്കോട്ട് വരരുത്. ഇത് ആദ്യത്തെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ. ഞാനിതിൽ അധികം റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴിങ്ങനെ. പിന്നെ മുഖം കൊടുക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത്, ഇപ്പം ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഒരു സ്കൈ ബ്ലൂ കളർ ഒന്ന് കൊടുക്കുന്നുണ്ട്. അതും ഫെവിക്കൽ പെയിൻ്റാണ്. സ്കൈ ബ്ലൂ എന്ന ഒരു പെയിൻ്റാണ് കൊടുത്തേക്കുന്നത്. സ്കൈ ബ്ലൂ 63 നമ്പർ. ആ നമ്പർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബ്ലൂ ഷെയ്ഡ് കൊടുക്കുകയാണ്. ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ ഞാൻ സെർലിയൻ ബ്ലൂ എന്നും പറഞ്ഞൊരു കളറുണ്ട്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി മനസ്സിലാവുമല്ലോ. സെർലിയൻ ബ്ലൂ ആണ് കൊടുക്കുന്നത്. അതൊന്ന് അത് ആ മെർജ് ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആ ബ്ലൂ ചെവിയുടെ ആ നടുക്കുള്ള ഹൈലൈറ്റായിട്ട് കൊടുത്തേക്കുന്ന ഭാഗം അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് സൈഡിലൂടെ ഇത് ചെയ്യും. എളുപ്പമാണ്. സ്ത്രീകൾ ഒന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് സ്കെച്ച് ചെയ്യാൻ നിങ്ങൾ വരച്ച് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ട്രേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം. കാരണം ട്രഡീഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ സീരിയസ് ആയിട്ട് അങ്ങനെയൊക്കെ പറയുമെങ്കിലും സ്ത്രീകൾക്ക് ഒരുപാട് നല്ലൊരു തൊഴിൽ തന്ന മേഖലയാണ് ഇത്. നന്നായി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിത്. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് വസ്ത്രം ഡിസൈൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴാണെങ്കിൽ ഓൺലൈൻ മാർക്കറ്റായി. നിങ്ങൾക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ ആളുകൾ ചോദിക്കും, ഈ സാരി നിങ്ങൾ കൊടുക്കുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ മാർക്കറ്റിംഗ് ഒരുപാട് ഉണ്ട്, പരന്നു കിടക്കുകയാണല്ലോ. അപ്പം ഓൺലൈനൊക്കെ ഇപ്പോൾ ഒരുപാട് ധാരാളം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് വസ്ത്രം ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് വരുമാനം നേടാം. ആ നെറ്റിയുടെ ആ സൈഡിൽ മാത്രം ഡാർക്ക് കൊടുത്തിട്ട് നടുക്ക് വരുമ്പോൾ ആ ബ്ലൂ കൊണ്ടൊന്ന് മെർജ് ചെയ്യുന്നു, ആ ബ്രഷ് കൊണ്ട്. ബ്രഷ് ഉപയോഗിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞു തരാം. ഞാൻ നേരത്തെ എൻ്റെ 2-3 വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രഷ് നമുക്കൊരു 4-5 ആ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ബ്രഷ് വെച്ച് നമുക്കൊന്ന് മെർജ് ചെയ്യാൻ സുഖമാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ബ്രഷുകൾ യൂസ് ചെയ്യുന്ന വേറൊരു വിധത്തിലാണ്. സാരി ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രം എൻ്റെ ബ്രഷുകളുടെ ഒരു രീതിയൊക്കെ ഒന്ന് മാറും. ആ ഒരു എന്താ പറയണേ, ആ ഒരു ഇത്തിരി ഒരു ചെറുതായിട്ടൊരു ഹാർഡായിരിക്കും. അങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത് ബ്രഷ്. കാരണം അല്ലെങ്കിൽ നമുക്ക് മെർജ് ചെയ്യുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരും. അതുമാത്രമല്ല, ഈ സാരിയുടെ തുണിയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങളധികം വെള്ളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതിനകത്ത്. മിക്കവരും ഞാൻ കാണുന്നത് ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വെള്ളം കൂടുതൽ ഉപയോഗിച്ച് നല്ല സ്മൂത്തായിട്ടങ്ങ് ചെയ്തു പോകും. അതുകൊണ്ട് നമുക്ക് ഷോപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ വെള്ളം വാരി ഇട്ട് സാധാ വാഷ് ചെയ്യുന്ന പോലെ, വാട്ടർ കളറൊക്കെ ചെയ്യുന്ന പോലെയാണ് മിക്കവരും സാരി പെയിൻറ് ചെയ്യണത്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്ക് സ്ഥിരമായി വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ടിക്ക് തന്നെ പെയിൻ്റ് ഇട്ട് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിസൈൻ അതങ്ങ് മങ്ങും. അതുകൊണ്ടാണ് പറയണത് കട്ടിക്ക് തന്നെ ഇടണം. അതേപോലെ എപ്പോഴും നമുക്ക് മീഡിയം ഒന്നും ആവശ്യമില്ല. മീഡിയം വളരെ കുറവ് യൂസ് ചെയ്താൽ മതി. വെള്ളം തന്നെ മതി. പക്ഷേ എന്നാൽ അത് വെള്ളത്തിനൊരു
അധികം ആവാൻ പാടില്ല. ബ്രഷ് ചലിക്കുന്ന ഒരു അതായിരിക്കണം അളവ്. ബ്രഷ് ചലിപ്പിക്കാൻ പറ്റണം, അത്രയും മതി. അല്ലാതെ ഒരുപാട് വെള്ളം ഉപയോഗിക്കുകയും ചെയ്യരുത്. ഞാനിതിനകത്തൊരു ഇത്തിരി ഗ്രീനിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. കാരണം ചെറുതായിട്ട് ഒരു ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ, ബ്ലൂ ഇട്ടിട്ട് ചെറുതായിട്ടൊരു യെല്ലോ ഒന്ന് ഇടുമ്പം ഈ ഒരു ഗ്രീൻ വരും. ആ ഒരു എഫക്റ്റ് വരുന്നത് നല്ല രസമാണ്. ഞാൻ പൊതുവേ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തിരി ഗ്രീനൊക്കെ ഇട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, മ്യൂറൽ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഡിസൈനായിട്ട് ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കൊടുക്കാം. അല്ല, ട്രഡീഷണൽ ആർട്ട് അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വില കിട്ടുന്ന സാരിയിലാണ് നിങ്ങളത് ചെയ്യേണ്ടത്. പവർ ലൂം പോലുള്ള സാരികളോ, കാരണം നമുക്കറിയാലോ ഓരോ പെയിൻറ്റിങ്ങിനൊക്കെ നല്ല വിലയാണ്. സ്ക്വയർ ഫീറ്റിനാണ് റേറ്റ് പറയണേ. പിന്നെ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് സാരിക്ക് റേറ്റ് പറയും, ഇത്ര സ്ക്വയർ ഫീറ്റിന്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ വില എടുത്ത് വർക്ക് ചെയ്യാം. അല്ലാതെ ഒന്നും സാരിയിൽ സ്ക്വയർ ഫീറ്റ് റേറ്റൊക്കെ വളരെ അത്ര എനിക്ക് ശരിയായ ഒരു മെത്തേഡാണെന്ന് തോന്നുന്നില്ല. കാരണം സാരി ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു റേറ്റ് പറയുമ്പോൾ അത് ആ രീതിയിലാണ് പറയേണ്ടത്, അത് സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല അത് പറയേണ്ടത്. പിന്നെ അതുപോലെ നിങ്ങൾ അങ്ങനെയാണ് ആ ഒരു സാരി ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൊടുക്കാം. അതിന് സാരിയുടെ വില അറിയണം. സാരി നല്ല ഉയർന്ന വിലയായിരിക്കണം. മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കണം. സിൽക്ക് സാരിക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, അങ്ങനെയുള്ള വിലയൊക്കെ ഇടാം. ഇങ്ങനെ കുറച്ച് സാരിയെക്കുറിച്ചുകൂടെ കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം സാരി ഡിസൈൻ ചെയ്യും മുമ്പ്. അല്ലെങ്കിൽ എന്തുപറ്റി കഴിഞ്ഞാൽ ഏറ്റവും പവർ ലൂം പോലുള്ള ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുള്ള സാരിയൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിസൈൻ അതുപോലെ കിടക്കും. പക്ഷെ സാരിയുടെ കസവും സാരിയൊക്കെ കീറിപ്പോവുകയും ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ കസവ് കൊള്ളാഞ്ഞിട്ട് നമുക്ക് പിന്നെ ഉപയോഗപ്രദമല്ലാതെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സാരിയൊന്നും ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഇത് നീല ഇങ്ങനെ ഇട്ടിട്ട് നടുക്ക് വന്നിട്ട് നമുക്കൊന്ന് ഒരു ഗ്രീൻ ഷെയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെ ഷെയ്ഡൊന്ന് കൊടുക്കണം. ഞാൻ ബ്ലാക്ക് ഇടുകയാണ്. ഈ താഴെ കൊടുത്ത ആഭരണങ്ങൾ പോലെ തന്നെയാണ് എല്ലാം ഒരേപോലെ. അതുകൊണ്ടാണ് പറഞ്ഞത് മ്യൂറൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സാരിയിൽ ചെയ്യുമ്പം നിങ്ങൾ ഇത്തിരി സൂക്ഷ്മത വേണ്ടുന്ന ഒരേ ഒരു സ്ഥലത്താണ്, അത് ഈ ബ്ലാക്ക് ഇടുന്നിടത്താണ്. ബ്ലാക്ക് വളരെ സൂക്ഷിച്ചേ ഇടാവൂ. ഇത്രയും സമയം കൊണ്ട് നമുക്കൊരു ഫേസൊക്കെ തീർക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി താമസം എടുക്കും. നമ്മൾ നേരെ ഇപ്പം നമ്മൾ ഇങ്ങനെ വരച്ചുകൊണ്ടാണ് ഇത്രയും സമയങ്ങളും എടുത്തത്. അത് ട്രേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ കഴിവതും നേരെ വരയ്ക്കണം നിങ്ങൾ, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വഴങ്ങും. നമ്മളെല്ലാ ദിവസവും വരച്ചാലേ നമ്മുടെ കൈ വഴങ്ങും. അതെല്ലാം റൗണ്ട് ഇട്ടും ലൈൻ ഇങ്ങനെ ഇട്ടും കൈ ഒഴുകണം. എന്നാലേ ഈ വര ഇത്തിരി പ്രയാസമാണ്. ഈ ബ്രഷ് ഇട്ട് ഇങ്ങനെ വരയ്ക്കുക എന്ന് പറയുന്നതേ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒത്തിരി വരയ്ക്കണമെന്ന് പറയുന്നത്. നമ്മളൊരു ഫേസാണ് വരച്ചേക്കുന്നത്. നമുക്കിനി ചെയ്യാനുള്ളത് ബോഡി കംപ്ലീറ്റ് എങ്ങനെയാണ് ഒരു മ്യൂറൽ സാരിയിൽ മുന്താണിയിൽ വരുന്ന എന്ന് നമുക്ക് നോക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഓർണമെൻറ്റ്സും പഠിക്കണം. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യും. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുക. എല്ലാവർക്കും നന്ദി ഇതുവരെ കണ്ടതിന്.